ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു VR ഡിസൈൻസ്. ഇന്നത്തെ കളക്ഷൻസ് നമ്മൾ കാണാൻ പോണത് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ടൈപ്പിലുള്ള 2 ടോൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു കുർത്തിന്റെ കളക്ഷനാണ് കേട്ടോ. അതും 5 ഷെയ്ഡിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഗ്രീൻ ഷെയ്ഡാണ്, ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു ഓണിയൻ പിങ്ക് ഷെയ്ഡാണ്. തേർഡ് വൺ വന്നിട്ടൊരു ബേബി പിങ്ക് ഷെയ്ഡാണ്. ഫോർത്ത് വൺ വന്നിട്ടൊരു ലാവൻഡർ ഷെയ്ഡാണ്, ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ വന്നിട്ടൊരു വയലറ്റ് ഷെയ്ഡാണ്, അതായത് ലൈറ്റ് വയലറ്റ് ആണ് കേട്ടോ, ഡാർക്ക് അല്ല, എല്ലാം പേസ്റ്റൽ ഷെയ്ഡാണ്. എല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിന്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു 2 ടോൺ ഫാബ്രിക് ആണ് വരുന്നത് കേട്ടോ. 2 ടോൺ ഫാബ്രിക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, കുറച്ചൊരു എന്താ പറയാ ചെറിയൊരു ഷൈനിങ് പോലെ വരുന്നുണ്ട്. നമുക്കൊരു ഡെയിലി വെയർ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ള കുർത്തിയാണ്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, പക്ഷെ ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത്. കുർത്തിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 47 ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ക്ലോസ് വ്യൂ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിന്റെ ക്ലോസ് വ്യൂ വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിന്റെ യോക്ക് ഏരിയയിൽ കണ്ടോ, ഒരു ബോക്സ് പോലെയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അതിൽ വന്നിട്ട് ഫുള്ള് വന്നിട്ട് കളർ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താ പറയാ ചെറിയ റെഡും ബേബി പിങ്കും കൂടെയുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സെയിം ഷെയ്ഡിൽ വന്നിട്ടുള്ള ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്, സ്വീക്വൻസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് നല്ല ഒരു വി നെക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല. ഇതുണ്ടോ, ഈ ഇതിൽ വന്നിട്ട് ഇങ്ങനെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. സൈഡ് സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് നമ്മൾ മുന്നേ കണ്ടതിന്റെ വേറൊരു ഷെയ്ഡാണ്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ഷെയ്ഡിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു എന്താ പറയാ ഓണിയൻ പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിന്റെ ബാക്ക് പോർഷൻ വരുന്നത്. ബാക്കി പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ് വരുന്നത്, ഒരു ഡിഫറൻസ് വരുന്നില്ല. ഇതിന്റെ ഈ യോക്ക് ഏരിയയിൽ വന്നിട്ട് ഹെവി ആയിട്ട് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ബേബി പിങ്ക് ഷെയ്ഡും ഒരു ബ്രിക്ക് റെഡ് ഷെയ്ഡും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ നെക്ക് എന്ന് പറയുന്നത് ഒരു വി നെക്കാണ് വരുന്നത്. ഇങ്ങനെയാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ കുർത്തി കൂടെ ഒന്ന് പെട്ടെന്ന് വേറെ ആയിട്ട് വന്നാലോ. നമ്മൾ തൊട്ട് മുമ്പ് കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബേബി പിങ്ക് ഷെയ്ഡാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. എല്ലാം വന്നിട്ട് നല്ല പേസ്റ്റൽ ഷെയ്ഡുമാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അതിന്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. വേറെ ഡിഫറൻസ് ഒന്നും വരുന്നില്ല, എല്ലാം സെയിം തന്നെയാണ്. എംബ്രോയിഡറി വർക്ക് വന്ന് ഇതിൽ വന്നിട്ട് ബേബി പിങ്കും ഒരു എന്താ പറയാ ചെറിയ റെഡും കൂടെ ആണ് ഇതിന്റെ എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇങ്ങനെ ഇവിടെ ഒരു ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഒരു ബോക്സ് പോലെ ചെയ്തിട്ടാണ്, അതിലാണ് എംബ്രോയിഡറി വർക്ക് വരുന്നത്. ഇതിന്റെ വി നെക്കാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ കുർത്തി കൂടെ പെട്ടെന്ന് വേറെ ആയിട്ട് വരാം. അപ്പൊ നമ്മളിപ്പോ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മൾ മുന്നേ കണ്ടതിന്റെ സെയിം തന്നെയാണ്. ആ ഒരു ഷെയ്ഡ് വന്നിട്ട് ലാവൻഡർ ഷെയ്ഡ് എന്നുള്ള ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. നല്ല ഒരു ഷെയ്ഡാണ് കേട്ടോ, ഒരു ലാവൻഡർ ഷെയ്ഡാണ്. നല്ല ഭംഗിയാണ്. നമുക്ക് സ്ലീവ്സിൽ ലൈനിങ് ഇല്ല എങ്കിൽ തന്നെയും കുറേ എനിക്ക് മലപ്പുറത്തുള്ള കസ്റ്റമേഴ്സ് ഒക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ജോർജറ്റ് തന്നെ കൊണ്ടുവരാതെ സ്ലീവ്സിൽ ലൈനിങ് ഉള്ളത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ലൈനിങ് ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് അങ്ങനെ വിസിബിൾ ഒന്നും ആവത്തില്ല. എക്സ്പെഷ്യലി ഞാൻ പറയുന്നത് കുറേ മുസ്ലിം കസ്റ്റമേഴ്സ് ഉണ്ട് എനിക്ക് മലപ്പുറത്ത്. അവരൊക്കെ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, മാം ഇങ്ങനെ സ്ലീവിൽ ഇതുള്ളത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഓരോരുത്തരുടെ കമ്മ്യൂണിറ്റി അല്ലേ. അപ്പം അത് നിങ്ങൾ ഇത് വീഡിയോ കാണുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഓർഡർ തരിക. കാരണം ഇത് 3XL വരെയുണ്ട്. ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ കുർത്തി കൂടെ ഒന്ന് പെട്ടെന്ന് വേറെ ആയിട്ട് വന്നാലോ. നമ്മളിപ്പോ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റ് ആണ് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഇതൊരു ലാവൻഡർ ഷെയ്ഡാണ്. നെക്സ്റ്റ് വൺ വന്നിട്ട് ഒരു ഡാർക്ക് ആയിട്ടുള്ള, കുറച്ചുകൂടെ ഡാർക്ക് ആയിട്ടുള്ള ലാവൻഡർ ഷെയ്ഡാണ്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് അതിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് കേട്ടോ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ബാക്കി ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഈ ഫ്രണ്ട് ഏരിയയിൽ വന്നിട്ട് എംബ്രോയിഡറി വർക്കിൽ വന്നിട്ട് സീക്വൻസ് വർക്കും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കത് ഈ വീഡിയോയിൽ അത്ര വിസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല ഒരു
ഷെയ്ഡാണ്. എല്ലാ 5 ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. പേസ്റ്റൽ ഷെയ്ഡ് ആണെങ്കിൽ തന്നെയും നല്ല, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എനിക്ക് വെയർ ചെയ്തിട്ട് ഞാൻ നല്ല കംഫർട്ടബിൾ ആണ്. എനിക്കത് സൂട്ടബിൾ ആയിട്ട് തോന്നി. എല്ലാ ഷെയ്ഡും എനിക്ക് സൂട്ടബിൾ ആയിട്ട് തോന്നി. നിങ്ങൾ എങ്ങനെയാണ് ഞാൻ വെയർ ചെയ്തപ്പോൾ അത് ഇഷ്ടമായെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ലാസ്റ്റ് വൺ കുർത്തിയും കൂടെ നമുക്ക് പെട്ടെന്ന് വെയർ ചെയ്തിട്ട് വന്നാലോ. നമ്മുടെ 5ാമത്തെ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ വാച്ച് ചെയ്യാറുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇപ്പം നമ്മൾ കണ്ട എല്ലാ കുർത്തിൻ്റെയും സൈസ് വന്നിട്ട് L to 3XL വരെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിലേത് സൈസാണോ ഏത് ഷെയ്ഡാണോ 5 ഷെയ്ഡ് വരുന്നുണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ വേണ്ട. ഏത് ഷെയ്ഡാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, സൈസ് മെൻഷൻ ചെയ്യുക, വാട്സപ്പ് ചെയ്യുക. ലിമിറ്റഡ് സ്റ്റോക്കാണ്. നിങ്ങൾ വേഗം ഓർഡർ തന്നോളൂ. നമ്മുടെ യൂണിറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോഴത്തേക്ക് പ്രസൻ്റ്ലി അവൈലബിൾ ആണ്. ഞാൻ നിറയെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഒരുപാട് കസ്റ്റമർ മെസ്സേജ് അയക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയിപ്പോൾ. അപ്പോൾ കുറേ കസ്റ്റമർക്ക് കിട്ടാതാവും. അപ്പോൾ അവർക്ക് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്ക് അതെനിക്ക് വിഷമമാവും. അതുകൊണ്ട് വേഗം ഓർഡർ ചെയ്തേക്കും. നമ്മൾ റീൽസ് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം. കാരണം നമ്മൾ ഫോട്ടോസ് എല്ലാം അപ്ലോഡ് ചെയ്യാറുണ്ട്. കമ്മ്യൂണിറ്റിയിലും ഷോർട്സ് ആയിട്ടും ഒക്കെ നമ്മൾ വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം ഓൾ എന്നുള്ള ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഞാൻ ബോറടിപ്പിക്കുന്നില്ല. ഇനിയൊരു അടുത്ത എലഗൻറ്റ് കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ.